ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഡയറ്റ് പാറ്റേണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മുടെ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണത്. നമ്മുടെ ഒരു ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ 100 ഗ്രാം ഓഫ് ചന കടല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നമ്മൾ കഴിച്ചത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഗ്രീൻ ടീ ട്രൈ ചെയ്യണം. അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്, എനർജറ്റിക്കാണ്, നിങ്ങൾക്ക് തരും. കുറച്ച് ഇഞ്ചിയും 2 പുതിനയും ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് മാറും അത്. അപ്പോൾ എല്ലാവരും ഗ്രീൻ ടീ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതോടൊപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 10 മണിക്ക് ഓറഞ്ചാണ്. അത് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്തില്ല. ഇത് നമ്മുടെ ലഞ്ചാണ്. അപ്പോൾ കുക്കുംബർ, സ്കിൻ ചെയ്തിട്ടുള്ള കുക്കുംബറും പിന്നെ അതുപോലെ തന്നെ 100 ഗ്രാം ഓഫ് കടല. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ നിങ്ങളുടെ SK. അപ്പോൾ SK ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡയറ്റിൻ്റെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആകാൻ പോവാണ്. ഇത് ഒരു ബ്രീഫാണ്. എന്തൊക്കെയാണ് നമ്മൾ ഡയറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, ഡയറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പ്രിപ്പയർഡ് ആവേണ്ടത്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഡയറ്റിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത്, നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം ഇതിനേക്ക് അപ്രോച്ച് ചെയ്യാൻ. കാരണം നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സഹപാഠികളും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയും പലതും പറയും. അത് കുടിക്കാൻ വാ, ഇത് കഴിക്കാൻ വാ, കമ്പനിക്ക് വായോ, സംസാരിക്കാൻ വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു ഷെയർ തരും. അത് നമുക്ക് നിരസിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഡയറ്റിനെ അത് ഓപ്പോസിറ്റായിട്ട് ബാധിക്കും, വിപരീത ഫലം ഉണ്ടാക്കും. അപ്പോൾ നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉള്ളതായിരിക്കണം. അതായത് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വെയ്റ്റ് ആൻഡ് ഹൈറ്റ്. ഈ BMI നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. BMIയുടെ വാല്യൂ 25 താഴെയാണെങ്കിലാണ് ഹെൽത്തി, 25 എബവ് ആണെങ്കിൽ ഇറ്റ്സ് അൺഹെൽത്തിയാണ്, അൺഫിറ്റാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി നിലനിൽപ്പുള്ളൂ. കാരണം നമുക്ക് ചുറ്റിനും പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ ദിവസങ്ങളും. ഈ വിദേശത്താണെങ്കിൽ ഒട്ടനവധി, ഈ കുവൈറ്റിൽ തന്നെ കുറേ അധികം യുവാക്കളും ചെറുപ്പക്കാരും മധ്യവയസ്സിലുള്ളവരൊക്കെ അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു രാജ്യം. ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്, ആഴ്ചയിൽ ന്യൂസ് വരുന്നുണ്ട്. നാട്ടിൽ പോകാൻ നിൽക്കുന്നവരും നാട്ടിൽ നിന്ന് കയറി വന്നവരും ഇവിടെ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും പ്രവാസികളായ പലരും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് നേരമുണ്ട്, ഹെൽത്ത് ശ്രദ്ധിക്കാൻ നേരമില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെ ശ്രദ്ധിക്കുക, നമ്മുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് എന്ത് ഗുണമാണ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു ഡയറ്റ് എടുക്കുമ്പോഴുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? ഫാറ്റി ഫുഡ്സ് ധാരാളം, ന്യൂട്രീഷൻ ഫുഡ്സ് ധാരാളം, പിന്നെ ഇലക്കറികൾ, വെജിറ്റബിൾസ്, മറ്റേ പ്രോട്ടീൻസ് എന്നടങ്ങുന്ന പലവിധമായ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് ഒരു ദിവസം ഒരു 1500 തൊട്ട് 2000 കലോറി ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് എനർജറ്റിക്കോട് കൂടി പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും. ഈ പ്രായത്തിൽ ഒരുമാതിരി എല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഈ പാറ്റേണിലേക്ക് വരാൻ പറ്റുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് ഒരു കുറച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വ്യായാമം ചെറിയ രീതിയിൽ ചെറിയ അളവിൽ നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ വായിലേക്ക് വരുന്ന ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയുള്ളൂ. അല്ലാതെ ഇത് കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ നടപടി ആവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ ഡെഫിനറ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയറിങ് ഒഴിവാക്കി വിടുക. നമ്മുടെ ഭക്ഷണം നമ്മൾ ക്രമപ്പെടുത്തുക. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് അളവ് സ്ഥിതി ചെയ്യുന്നിട്ട് പറയുക, ഇൻടേക്ക് ചെയ്യണ അളവിൽ കുറവ് വരുത്തണം. ഇത്ര ദിവസം കഴിച്ച പോലെ ആവരുത്. പിന്നെ ചില ശീലങ്ങൾ നമ്മളെ ഒഴിവാക്കി വിടാം. നല്ല ശീലങ്ങളുണ്ടല്ലോ, ഈ പഞ്ചസാര ഇട്ട് പരിപാടി കഴിക്കുക, ചായ കുടിക്കുക, കൂൾ ഡ്രിങ്ക്സ് കഴിക്കുക, സ്നാക്സ് കഴിക്കുമ്പോൾ ചായ കുടിക്കുക, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജ്യൂസസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ. അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. കാരണം നമുക്ക് ഷുഗറിൻ്റെ ഇൻടേക്കിൻ്റെ ആവശ്യമേ ഇല്ല. കാലത്ത് ഒരല്പം ഷുഗർ ഇൻടേക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ബ്രെയിനിനെ അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു ബ്രെയിനൊക്കെ ഒരു എനർജി ഫീൽ ചെയ്യും ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കൊണ്ട്. അപ്പം രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ, ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചതും ഡിന്നറുമായ ഒരു ഫുഡിൻ്റെ പാറ്റേൺ ഞാൻ പറയാം. ഒന്നാമത്തെ ദിവസം രാവിലെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഒരു 7:30-8 മണി അതിനുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 9 മണി വരെ മാക്സിമം 9 മണി ഞാൻ പറയുള്ളൂ. ഏറ്റവും നല്ല സമയം 8 മണി 8:30 അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ഞാൻ ഇന്ന് കഴിച്ച കാലത്ത്
കടലയാണ് കഴിച്ചത്. കടല, ഒരു എഗ് വൈറ്റ് അല്ല, എഗ്ഗ്. ഞാൻ രണ്ടും കഴിക്കും. ഉണ്ണിയും കഴിക്കും, വൈറ്റും കഴിക്കും. ഉണ്ണി കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. കാരണം ഒരു എഗ്ഗിലുള്ള എല്ലാ ന്യൂട്രീഷൻസും ആ എഗ്ഗിൻ്റെ യോൾക്കിലാണുള്ളത്, മഞ്ഞക്കരുവിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞക്കരു കാട്ടി കളഞ്ഞിട്ട് വൈറ്റ് എടുത്ത് തിന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം അത് പ്രധാനമായിട്ടും. പിന്നെ നമ്മുടെ വെള്ളം ധാരാളം കുടിക്കുക. ഒരു ദിവസം ഒരു 2.5 തൊട്ട് 3 ലിറ്റർ വരെ മാക്സിമം കുടിക്കാൻ ശ്രമിക്കുക. ഒരു കുപ്പിയിൽ പകർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അളവ് കിട്ടും. നമ്മൾ ചുമ്മാ ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല എത്ര ഗ്ലാസ് നമ്മൾ കുടിച്ചെന്നുള്ളത്. കുപ്പിയിൽ കുടിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ഡയറ്റിങ്ങിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അത് നമ്മളൊന്ന് നോക്കാം. ഷുഗറിൻ്റെ അളവ് എത്ര വരുമെന്ന് നോക്കാം. ഇത് നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതിൽ നിന്ന് കറക്റ്റായിട്ട് അറിയും. ഇപ്പോൾ ഒരു റൈസാണ് കഴിക്കണേ, അല്ലെങ്കിൽ 200 ഗ്രാം റൈസാണ് കഴിക്കണമെങ്കിൽ ന്യൂട്രീഷൻസ് ഓഫ് 200 ഗ്രാം റൈസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം സ്പെസിഫിക് ആയിട്ട് കാണിക്കും. എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര ഗ്രാം ഷുഗർ ഉണ്ട്, എത്ര ഗ്രാം ഇതുണ്ട്, ഫൈബർ ഉണ്ട്, എത്ര ഗ്രാം മറ്റു കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമുക്കൊരു ചാർട്ട് കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ നല്ലൊരു ഡയറ്റ് പാറ്റേണിലേക്ക് നമ്മുടെ ശരീരത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ചെയ്തേ അത് ശീലമാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും പറയണ കേട്ടിട്ട് ചാടി പുറപ്പെട്ട് മലമറിക്കാം എന്ന് വിചാരിച്ചു അത് മലമറിയില്ല. ശരിക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരേ പാറ്റേണിൽ പോയാൽ മാത്രമാണ് നമുക്ക് അതിനകത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെയും. ഇപ്പോൾ ഈ ജിമ്മിന് പോണ ഒരു പരിപാടി ഉണ്ട്. ജിമ്മിന് പോകാൻ ഭയങ്കര ആവശ്യമായിരിക്കും. ജിമ്മിന് പോയി ഒരാഴ്ച കഴിയുമ്പോൾ ഇതേ കൊടുക്കും, ഇതേ കിടക്കണം, ജിമ്മ് തവിട് പൊടി, പിന്നെ വീണ്ടും പഴയ പോലെയും. അപ്പോൾ അതുപോലെ ആവരുത്, ഇതൊരിക്കലും അങ്ങനെ ആവരുത്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണുള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്നവർ ആർക്കും നഷ്ടപ്പെടില്ല, നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആർക്കും അയച്ചു കൊടുക്കാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ആർക്കും ദോഷപരമായിട്ടുള്ള കാര്യം ചെയ്യാറില്ല എന്ന പോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഇൻസ്റ്റാ പേജിലാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആർക്കും സബ്സ്ക്രൈബ് ചെയ്യാം, ആർക്കും ഫോളോ ചെയ്യാം, ആർക്കും സ്റ്റാർസ് അയക്കാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. നമ്മുടെ ചാനൽ ആകെ 45 രൂപയുള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തീരുമാനം എടുക്കണം, മറ്റുള്ളവരല്ല. നമ്മൾ തന്നെ തീരുമാനം എടുക്കണം വെയിറ്റ് കുറയ്ക്കാന്നുള്ളത്. ഇനി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 12 മാസം നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ വരെ നമ്മൾ ഡയറ്റിംഗ് ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് വേണം നാട്ടിൽ പോകാൻ. കണ്ണ് തള്ളണം വീട്ടിലുള്ളവർ, നാട്ടുകാരുടെയൊക്കെ. പൊണ്ണത്തടിയായിട്ടും കുടവയറായിട്ടും അതൊന്നും അങ്ങോട്ട് നാട്ടിലേക്ക് ചെല്ലുന്നത് അത്ര സുഖമുള്ള കാര്യമില്ല. പൊണ്ണത്തടിയുടെയും കുടവയറിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മടിയാണ്. മടിയുള്ളവർക്കുള്ള ലക്ഷണമാണ് ഈ കുടവയറെന്ന് പറയുന്ന സാധനം. നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിനാണ് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് പാറ്റേൺ ഇത്രയായിരുന്നു. കാലത്ത് 7:30 കടല 100 ഗ്രാം പുഴുങ്ങിയ കടല, അത് ചെറിയ രീതിയിലൊന്ന് വഴറ്റി അങ്ങനെ നമ്മൾ കഴിക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു എഗ്ഗ്, പുഴുങ്ങിയ എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ് ഒരെണ്ണം കഴിച്ചു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഗ്രീൻ ടീ, അത് ലോ ഷുഗർ. നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് വിത്തൗട്ട് ഷുഗറിലേക്ക് പോകാനായിട്ട് വലിയ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഷുഗറിൽ നമ്മൾ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് പുതിനയും കുറച്ച് നാരങ്ങയൊക്കെ ചെത്തിയിട്ടിട്ട് ട്രൈ ചെയ്യുക. നല്ലതായിരിക്കും, നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ 10 മണിയായപ്പോൾ 2 ഓറഞ്ച് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ലഞ്ച് 100 ഗ്രാം കടല തന്നെയാണ് കഴിച്ചത്. പിന്നെ ഒരു കുക്കുംബർ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുക്കുംബർ കഴിച്ചു. നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാം കേട്ടോ. ക്യാരറ്റോ കുക്കുംബറോ പുഴുങ്ങിയ ക്യാരറ്റായാലും കുഴപ്പമില്ല. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ പുഴുങ്ങി കൊണ്ടുവന്നാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് പച്ചക്കറി തിന്നാൻ പുഴുങ്ങി കൊണ്ടുവന്നാൽ കഴിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഇലകൾ ഉൾപ്പെടുത്താം. പിന്നെ ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള നുറുക്കിയത് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് വെജിറ്റബിൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ അവൈലബിൾ ആണോ അതെല്ലാം നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ചോറ് കഴിച്ചാലേ എനിക്ക് ഉറക്കം വരും എന്നുള്ള സെറ്റപ്പ് ഒന്നും വേണ്ട. അതല്ലാണ്ടും നമ്മൾക്ക് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, നമുക്ക് നല്ല ശോധനയുണ്ട്, നല്ല ഫ്രഷ്നെസ് ഉണ്ട്. നമുക്ക് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ നല്ല കോൺഫിഡൻസ് വരും. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് വീണ്ടും അടുത്ത ദിവസം ആവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കും. കാരണം ആ ഒരു പാറ്റേണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പിന്നെ 4 മണിയായപ്പോൾ വീണ്ടും ഒരു 2 ബോയിൽഡ് എഗ്ഗ് കഴിച്ചു. പിന്നെ ഒരു ബനാന, നേന്ത്രപ്പഴം കഴിച്ചു. പിന്നെ ഒരു ഓറഞ്ച് കഴിച്ചു. നമുക്കൊരു മിഡായിട്ട് നമുക്ക് ഒരു വിശപ്പ് വരും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ രാത്രിയിൽ ഇന്ന് ഞാനൊരു ഹാഫ് അൽഫാമാണ് കഴിച്ചത്. നോർമൽ അൽഫാം, പെരി അങ്ങനത്തെ ഒന്നുമില്ല, ഫ്ലേവേർഡ് ആയിട്ടൊന്നുമില്ല, നോർമൽ അൽഫാമാണ് കഴിച്ചത്. അപ്പം നമുക്ക് ചിക്കൻ നമുക്ക് കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അൽഫാം കഴിക്കുമ്പോൾ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ റൈസൊന്നും കഴിക്കരുത്. അതിൻ്റെ ഇതൊന്നും കാര്യം ഉണ്ടാവില്ല. പിന്നെ 7 മണിക്ക് തന്നെ നൈറ്റ് ഡിന്നർ കഴിക്കണം. 7 മണി വിട്ട് പോകരുത്, 7-7:30 മാക്സിമം. അതിനപ്പുറത്തേക്ക് കടന്നു പോകരുത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് കഴിക്കുക. ക്യാരറ്റ്, കുക്കുംബർ, സവോള പോലത്തെ സാധനങ്ങൾ ഇച്ചിരി ഒരു മറ്റേ നാരങ്ങ പിഴിയാൻ പറ്റുകയാണെങ്കിൽ അത് പിഴിഞ്ഞ് കഴിക്കുക, അല്ലെങ്കിൽ അല്ലാത്തൊരു ഡയറക്റ്റ് കഴിക്കുക. അതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. ഇത്രയാണ്. അപ്പോൾ നമുക്ക് കലോറി നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 100 ഗ്രാം കടലയ്ക്ക് കലോറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 160 കലോറിയേ വരുള്ളൂ. ഗ്രീൻ ടീക്ക് 30 അല്ലെങ്കിൽ 10-20 കൂട്ടിയാൽ മതി.
അപ്പോൾ 20 കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60, 20, 80 കലോറിയാണ് കാലത്ത് നമ്മൾ ഇൻടേക്ക്. പിന്നെ എഗ്ഗിന് ഒരെണ്ണത്തിന് 6 കലോറിയാന്ന് തോന്നുന്നു ഒരു എഗ്ഗ്. അപ്പം ഒരു എഗ്ഗ് നമ്മൾ ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്താ പറയുക കുരുമുളക് ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു 10 എന്നൊക്കെ നമുക്ക് കൂട്ടാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 60, 20, 80, 90. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് 90 കലോറിയാണ് നമ്മൾ കഴിച്ചേക്കുന്നത്. പിന്നെ ഓറഞ്ച് അതിന് വലിയ കലോറി വരില്ല, 10 കൂട്ടിയാൽ മതി. അപ്പോൾ 90, 10, 100 അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്ക് 100 ഗ്രാം കടല, അപ്പോൾ അത് 60 തന്നെ, അപ്പോൾ 160. പിന്നെ ഒരു കുക്കുംബർ അതിൽ 10 കലോറി കൂട്ടിയാൽ മതി, അപ്പോൾ 160, 170. പിന്നെ 4 മണിക്ക് പഴവും ഓറഞ്ചും പിന്നെ അതുപോലെ തന്നെ 2 ബോയിൽഡ് എഗ്ഗും അതും ഒരു 40 കൂട്ടിയാൽ മതി. അപ്പോൾ 160, 40, 200. ഇപ്പോൾ വൈകുന്നേരം ഒരു അൽഫാം കഴിച്ചു, അതിന് ഏകദേശം ഒരു 250 കലോറി അല്ലെങ്കിൽ 300 കലോറി എന്തായാലും ഉണ്ടാവും. കാരണം കുറച്ച് ഓയിലി ആയിട്ടുള്ള ഫുഡാണത്. അപ്പം ചിക്കനിലുള്ള ഓയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫാറ്റ് ഉരുകുന്ന ഒരു ഓയിൽ, പിന്നെ ഒരു മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് ലേശം ഓയിൽ അവർ അപ്ലൈ ചെയ്യും. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു 300 കലോറി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 200 + 300, 500 കലോറിയാണ് ഇന്നത്തെ എൻ്റെ ഇൻടേക്ക്. ഇന്നലെ എൻ്റെ ഇൻടേക്ക് ഏകദേശം ഒരു 1600, 1800 ആയിരുന്നു. നമ്മൾ അതിൽ നിന്ന് നേരെ അതിൻ്റെ പകുതിയിലേക്ക് എത്തിച്ചു. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതി കലോറി നമ്മൾ ഡയറ്റിങ്ങിലേക്ക് ആക്കാൻ ശ്രമിക്കുക. ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഇന്ന് ഒട്ടും ഷുഗർ കഴിച്ചതാകെ ആ ഗ്രീൻ ടീയിൽ മാത്രമാണ് ലേശം ഒരു ഷുഗർ ഇട്ടത്, അല്ലാതെ വേറെ ഷുഗറിന് പരമായിട്ടുള്ള ചോറോ ചപ്പാത്തിയോ അങ്ങനത്തെ ഒരു സാധനവും ഞാൻ കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, ഷുഗറിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഈ 2 കാര്യം നിയന്ത്രിച്ചാൽ തന്നെ നമ്മുടെ ആദ്യത്തെ മാറ്റം നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. ഫേസിലാണ് ഫസ്റ്റ് ക്ഷീണം വരാം. അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും താഴത്തേക്ക്, കൈ, നെഞ്ച്, പുറം, കാല് ഒക്കെ ഏറ്റവും അവസാനം വയറിലേക്ക് വരുള്ളൂ കേട്ടോ. ആദ്യം ചെന്ന് വയറിലേക്ക് കുറയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലത്ത് ഇതുപോലത്തെ ഒരു മെഷർമെൻറ്റ് ടേപ്പ് മേടിച്ച് വയ്ക്കണം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടേപ്പാണ്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ വയറിൻ്റെ സെൻറ്റിമീറ്റർ, കൈയുടെ സെൻറ്റിമീറ്റർ, ഈ ട്രൈസെപ്സ്, ബൈസെപ്സ്, പിന്നെ ചെസ്റ്റ്, അതിനൊക്കെ നമുക്കൊരു അളവ് എഴുതി വെച്ചിട്ട് നമ്മൾ ഡയറ്റിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ചെക്ക് ചെയ്താൽ നമുക്ക് മാറ്റം നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് തന്നെ എഴുതി വയ്ക്കാം, ഇത് കുറഞ്ഞ് വരുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഈ 16 മിനിറ്റ് നിങ്ങൾക്ക് യാതൊരു ദോഷവശം ഉണ്ടാക്കുന്ന 16 മിനിറ്റ് അല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയത്ത് മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ, നമ്മുടെ പേജും ഫോളോ ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. സെക്കൻഡ് ഡേ ആണ്, ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർക്ക് കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി ലേറ്റ് നൈറ്റ് ഡിന്നർ ഒട്ടും കഴിക്കരുത്. അത് വളരെയധികം കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിനൊക്കെ ഇടവരുത്തും, ദഹന പ്രക്രിയനെ നാശകോടാലിയാക്കും, പിന്നെ ഗ്യാസ് ട്രബിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻക്രീസ് ആക്കുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് നൈറ്റ് ഫുഡ് മാക്സിമം നമ്മളെല്ലാവരും ഒഴിവാക്കാം. മലയാളികൾ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സംസാരത്തിന് ഒരു അറുതി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.